യോഗി വന്നിട്ട് ഫസീലയുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ കരിക്കിന് എത്രയാണ്. അപ്പോൾ ഫസീല പറഞ്ഞു ഇതിന് 60 രൂപയെന്ന്. അപ്പോൾ യോഗി പറഞ്ഞു ഞാൻ 30 രൂപ തരാമെന്ന്. അപ്പോൾ ഫസീല പറഞ്ഞു 30 രൂപയ്ക്ക് എനിക്ക് മുതലാവത്തില്ല, എനിക്ക് 55 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്, 5 രൂപ മാത്രമാണ് എനിക്ക് ലാഭമെന്ന്, എനിക്ക് ഇതിൻ്റെ ഒരു തേങ്ങയും വേണ്ടെന്ന് പറഞ്ഞിട്ട് യോഗി വേറൊരു കടയിലേക്ക് പോയിട്ട് റേറ്റ് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി 70 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ യോഗി പറഞ്ഞു അപ്പുറത്തെ കടയിൽ 60 ആണല്ലോ എന്ന്. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 60 രൂപയ്ക്ക് എടുത്തോളൂ. അപ്പോൾ യോഗി പറഞ്ഞു ഞാൻ 30 രൂപയ്ക്ക് എടുത്തോളാമെന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ചേട്ടൻ പറയുന്ന കാശൊന്നും എനിക്ക് തരാൻ പറ്റില്ലെന്ന്. യോഗി ആ കരിക്ക് അവിടെ ദേഷ്യത്തോടെ വെക്കുകയും അവിടെ നിന്ന് നേരെ ഒരു ഷോപ്പിലേക്ക് പോയി ഒരു കൂൾസ് മേടിച്ച് വന്നപ്പോഴാണ് ഫസീല യോഗിനെ വിളിച്ചിട്ട് പറയുന്നത് ഈ ബോട്ടിലിന് എത്രയായെന്ന്. അപ്പോൾ യോഗി പറഞ്ഞു 30 രൂപയെന്ന്. അപ്പോൾ ഫസീല ചോദിച്ചു എന്തുകൊണ്ടാണ് 30 രൂപയുടെ സാധനം ചേട്ടൻ 25 രൂപയ്ക്ക് അവിടെ നിന്ന് മേടിക്കാത്തതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ബോട്ടിലകത്ത് 30 രൂപ എഴുതിയിട്ടുണ്ട്, ഇതൊന്നും ആരും കുറച്ച് തരത്തില്ല, ഇത് വലിയൊരു കമ്പനിയാണെന്ന്. അപ്പോൾ ഫസീല പറഞ്ഞു വലിയ കമ്പനിക്കാർ എത്ര രൂപ വെച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്നും 5 രൂപ കുറച്ച് മേടിക്കാൻ സാധിക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട കച്ചവടക്കാരിൽ നിന്ന് നിങ്ങൾ ചുളു വിലയ്ക്ക് മേടിക്കാൻ നോക്കുന്നത്? കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇതുപോലെയുള്ള നല്ല സാധനങ്ങൾ കുടിക്കാതെ ചേട്ടൻ എന്തിനാണ് ഇതുപോലെയുള്ള ചീപ്പ് സാധനങ്ങൾ നിറയെ കാശ് കൊടുത്ത് മേടിച്ച് കുടിക്കുന്നതെന്ന് ഏറ്റവും മനസ്സിലാക്കിയ യോഗി ആ പെൺകുട്ടിയിൽ നിന്ന് കരിക്ക് കുറെ മേടിക്കുകയാണ്. കഷ്ടപ്പെടുന്ന കർഷകർക്ക് വേണ്ടിയല്ലേ നമ്മൾ കാശ് ചെലവാക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് അറിയിക്കുക.